അരികളക്കി ചുട്ടപ്പം മുരികിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം ഒരുമിച്ചൊരു നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച് അതിന് മോനെ തിന്നണ മോനെ തിന്നു മോനെ തിന്നണ മോനെ തിന്നോന്ന് പറഞ്ഞുകൊണ്ട് മരുമോനെ തീറ്റിക്കുന്ന പൊന്നമ്മായി നല്ല പൊന്നാരമ്മായി പൊന്നമ്മായി നല്ല പൊന്നാരമ്മായി നല്ല മുത്തമ്മായി നല്ല മുത്താരമ്മായി നല്ല കണ്ണമ്മായി നല്ല കണ്ണാരമ്മായി നല്ല ലിവറമ്മായി നമ്മുടെ ഐസമ്മായി അപ്പന്നേരം പാടും ചുറ്റമ്മായി അപ്പാടെ അപ്പന്നെ ഓരോ തരം അറിയിൽ ചുവന്ന് വരുന്നമ്മായി ഒന്ന് കയ്യടിക്കും എല്ലാവരും ഒരുമിച്ച് കയ്യടിച്ചു വരൂ ഐസ്ക്രീം പരിപ്പുവട വക്കുവട അടപൊരിച്ചത് ചീരണിയും അടുപൊടിച്ചത് മാങ്കനിയും അരിയുണ്ട തരിമണ്ട തരിപ്പോള തരികഞ്ഞി മടിക്ക് പത്തിരി ഇറച്ചി പത്തിരി ഉഴുന്ന് പത്തിരി ചട്ടി പത്തിരി ഇന്ന് മോനെ തിന്നണ മോനെ ഇന്ന് മോനെ തിന്നണ മോനെ തിന്നോന്ന് പറഞ്ഞുകൊണ്ട് വരുപോലെ തീറ്റിക്കുന്ന പൊന്നമ്മായി നല്ല പൊന്നാരമ്മായി പൊന്നമ്മായി നല്ല പൊന്നാരമ്മായി നല്ല മുത്തമ്മായി നല്ല മുത്താരമ്മായി നല്ല കണ്ണമ്മായി നല്ല കണ്ണാരമ്മായി നല്ല ലിവറമ്മായി നമ്മുടെ ഐസമ്മായി അപ്പന്നോളമ്മായി ചുറ്റമ്മായി അപ്പാടെ അപ്പന്നെ ഓരോ തരം അറിയിൽ ചുമന്ന് വരുന്നമ്മായി കടലക്ക് മിനുമിനുത്ത മറുകൊണ്ട് കറുകറുത്ത കണ്ണാല് വെളുവെടുത്ത സുന്ദരി പെണ്ണാട് കടലക്ക് മിനുമിനുത്ത മറുകൊണ്ട് കറുകറുത്ത കണ്ണാല് വെളുവെടുത്ത സുന്ദരി പെണ്ണാട് തങ്കത്താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമാര നിന്നെ തേടി വരുമല്ലോ മധുവിധ കൊണ്ടാടുവൻ തങ്കത്താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമാര നിന്നെ തേടി വരുമല്ലോ മധുവിധ കൊണ്ടാടുവൻ മോളെ ഒന്ന് മോളെ മാറി അടിത്താരി മാറി കളിയാറായേ മാറി കൊണ്ടുപോലെ മാറി കളിയാറായേ അടിത്താരി മാറി കളിയാറായേ അവളെ കവിളത്ത് മിന്നു മിനുക്കാൻ അതുകൊണ്ട് കറുകറുത്ത കണ്ണാല് വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് കവിളത്ത് മിന്നു മിനുക്കാൻ അതുകൊണ്ട് കറുകറുത്ത കണ്ണാല് വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് തങ്കത്താമര പെണ്ണെ നിന്നെ പങ്കജ പുതുമാര നിന്നെ തേടി വരുമല്ലോ മധുവിധു കൊണ്ടാടുക തങ്കത്താമര പെണ്ണെ നിന്നെ പങ്കജ പുതുമാര നിന്നെ തേടി വരുമല്ലോ മധുവിധു കൊണ്ടാടുക മോളെ ഒന്ന് മോളെ മാരണയാറായി മണിത്താലേ മാറിയാറായി മോളെ ഒന്ന് മോളെ മാരണയാറായി
ईद महल जा तगड़ा तगड़ा दिल दई धाड़ा കഥയതു കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിരുന്നേ ചിത്രമാലരാപ്പി ഫാത്തിമ തന്റെ പൊന്ന് ഹുസൈനലിയോരെ എത്ര കോടും ദൂരം ചെയ്തു തീയാതും വന്ന് കഥയതി കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിരുന്നേ സത്യപ്രകാശം മുത്തിത്തൂളും വീടും അഹിൽ വൈത്തിൻ്റെ ഗാത്രം ചിത്തതാരുളോരും അലിയസ്കരെന്ന പുത്രൻ കർബല മണ്ണിൽ എത്തിയ വീടേ തുടങ്ങിയിടുന്നു ചരിത്രം കഥയതു കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നേ
Thank you so much. സെൻസ് പോപ്പുലർ കാർഗോ ഈദ് മഹാജാൻ ചെറുപ്പം തൊട്ട് തന്നെ തൻ്റെതായ ആലാപന ശൈലി കൊണ്ട് ഒരുപാട് ഓഡിയോ കാസറ്റിലൂടെ വന്ന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച മൈലാഞ്ചി ഏഷ്യാനെ സംപ്രേഷണം ചെയ്ത മൈലാഞ്ചിയിലെ നല്ല നല്ല ഗാനങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അതെ,
കൈരളി സംപ്രേഷണം ചെയ്യുന്ന പട്രുമാലെ ലീഡിംഗ് ടീം ലീഡറായ നമ്മുടെ സ്വന്തം അതന്നെ സ്വാഗതം ചെയ്യുന്നു നിസാം തളിപ്പറമ്പ്. ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ മാനത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. റബ്ബിൻ സ്തുതി ഓതിടാം, മുൻപിൽ ഇശ പാടിടാം. റബ്ബിൻ സ്തുതി ഓതിടാം, മുൻപിൽ ഇശ പാടിടാം. എങ്ങും വീശുന്നല്ലോ അത്തറിൻ പൂമണം. മേലെ ഭാരത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ ഭാരത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. ഷഹ്റു റമളാൻ സൗഭാഗ്യത്തിൻ തണലേകുന്നു, ഈദുൽ ഫിത്തറിന്റെ മഹനീയ പൊലിവേറുന്നു. ഷഹ്റു റമളാൻ സൗഭാഗ്യത്തിൻ തണലേകുന്നു, ഈദുൽ ഫിത്തറിന്റെ മഹനീയ പൊലിവേറുന്നു. മുത്തഖീങ്ങൾ സന്തോഷത്തിൽ ആറാടുന്നു, മുഖം ഈമാനിൻ തേജസ്സിൽ മുത്തിയിടുന്നു. മുത്തഖീങ്ങൾ സന്തോഷത്തിൽ ആറാടുന്നു, മുഖം ഈമാനിൻ തേജസ്സിൽ മുത്തിയിടുന്നു. മേലെ ഭാരത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. തങ്കത്തരുണികൾ ഇശമൂളി ചിരിതൂകുന്നു, കയ്യിൽ മൈലാഞ്ചി ചിത്രം വരച്ചിടുന്നു. തങ്കത്തരുണികൾ ഇശമൂളി ചിരിതൂകുന്നു, കയ്യിൽ മൈലാഞ്ചി ചിത്രം വരച്ചിടുന്നു. എങ്കും പുത്തൻ ലിബാസിൽ വിളങ്ങിയിടുന്നു, എങ്ങും ശറഫോടെ തക്ബീർ ചൊല്ലിയിടുന്നു. എങ്ങും പുത്തൻ ലിബാസിൽ വിളങ്ങിയിടുന്നു, എങ്ങും ശറഫോടെ തക്ബീർ ചൊല്ലിയിടുന്നു. മേലെ വാനത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ വാനത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. റബ്ബിൻ സ്തുതി ഓതിടാം, മുൻപിൽ ഇശ പാടിടാം. റബ്ബിൻ സ്തുതി ഓതിടാം, മുൻപിൽ ഇശ പാടിടാം. എങ്ങും വീശുന്നല്ലോ അത്തറിൻ പൂമണം. മേലെ ഭാരത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ ഭാരത്ത് ഷവ്വാലിൻ തിര കണ്ടല്ലോ, ചെറിയ പെരുന്നാൾ
വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നല്ല ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് തുടങ്ങിയത് എന്നുള്ളത് ഈ ഒരു തളിപ്പറമ്പുകാരൻ്റെ പ്രത്യേകത കൂടിയാണ്. പിന്നീട് മൈലാഞ്ചി എന്ന റിയാലിറ്റി ഷോയിലും അതുപോലെ തന്നെ പട്ടുറുമാൽ എന്ന മ്യൂസിക് ഡാൻസ് ഫ്യൂഷൻ വരെയുള്ള ആ ഒരു എഡിഷനിലുമൊക്കെ ടീം റോസിനെ നയിച്ചുകൊണ്ട് എന്നും നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് നമ്മൾ ക്ഷണിക്കാതെ എത്തിയ യുവഗായകൻ ഗൾഫ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. ലെറ്റ് മി പ്രൗഡ്ലി വെൽക്കം ഓൺ സ്റ്റേജ് ദി ബ്യൂട്ടിഫുൾ സിംഗർ നിസാം തളിപ്പറമ്പ്. Allah Allah Allah
പീർ മുഹമ്മദിന് സ്നേഹപൂർവ്വം. ബലി പെരുന്നാളിൻ്റെ സന്ദേശവുമായി പൂളയിത്തൂതുന്ന കാറ്റേ, പൊന്നും ചരിതം ചിരി തൂകിയുറങ്ങുന്ന മക്കം മദീനം നീ കണ്ടോ? ബലി പെരുന്നാളിൻ്റെ സന്ദേശവുമായി പൂളയിത്തൂതുന്ന കാറ്റേ, പൊന്നും ചരിതം ചിരി തൂകിയുറങ്ങുന്ന മക്കം മദീനം നീ കണ്ടോ? കതിരൊളിയുതിരും കഅബ ശരീഫിൻ്റെ കാഞ്ചന കമാനം നീ കണ്ടോ? കതിരൊളിയുതിരും കഅബ ശരീഫിൻ്റെ കാഞ്ചന കമാനം നീ കണ്ടോ? മതിമുഖമുടയ മുത്ത് റസൂലിൻ്റെ റൗള ഷരീഫ് നീ കണ്ടോ? മതിമുഖമുടയ മുത്ത് റസൂലിൻ്റെ റൗള ഷരീഫ് നീ കണ്ടോ? ബലി പെരുന്നാളിൻ്റെ സന്ദേശവുമായി പൂളയിത്തൂതുന്ന കാറ്റേ, ബെസ്റ്റ് ബ്ലോഗർ സോഷ്യൽ മീഡിയയിലെ ബെസ്റ്റ് ബ്ലോഗർ നമ്മുടെ പ്രിയപ്പെട്ട ഡോഫിൻ TK. അതിന്റെ സോഷ്യൽ മീഡിയയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തിളങ്ങുന്ന താരമാണ് ഡോഫിൻ TK. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം സംഘാടകർക്ക് അറിയിക്കുകയാണ്. ഉപകാരം നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഹംസ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഹംസ അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഇനി Thank you so much. Next best blogger സോഷ്യൽ മീഡിയയിലെ ബെസ്റ്റ് ബ്ലോഗർ നമ്മുടെ പ്രിയപ്പെട്ട ഡോഫിൻ TK. അതിന്റെ സോഷ്യൽ മീഡിയയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തിളങ്ങുന്ന താരമാണ് ഡോഫിൻ TK. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം സംഘാടകർക്ക് അറിയിക്കുകയാണ്. ഉപകാരം നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഹംസ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഹംസ അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അന്ന് കൃഷി കമ്മിറ്റികൾ ഉൾപ്പെട്ട എൻ്റെ കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം. ഈ പഞ്ചായത്ത്
പരിപാടി വിശിഷ്ട അന്വേഷണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പിന്നെ കവൽ പരിപാടിക്ക് പോയി പിന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ഏതോ പഠിക്കുമ്പോഴും കുറേ നല്ല പാട്ടൊക്കെ പറയുന്നതിനും സംശയമൊക്കെ പറഞ്ഞാണ് ഞാനിപ്പോൾ കേട്ടത്. അങ്ങനെ പാട്ട് കേട്ട് കേട്ട് എൻ്റെ സൗണ്ട് പോയി. എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല, അങ്ങനെ കുറച്ചേക്കും. അപ്പോൾ വേറെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒക്കെ ആഘോഷിക്കാൻ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർഷ ഫൗണ്ടേഷൻ, മെസ്സി ഫൗണ്ടേഷൻ ഇതൊക്കെ ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഒരു എന്താ പറയുക നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ പറയാൻ കൈ പിടിച്ചോണ്ട് കേൾക്കുന്നു. ഒരു മണിക്കൂറല്ല, ഒരു ദിവസമല്ല, ഒരു വർഷവും ഞാൻ പിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അസീമിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം. പിടിച്ചു നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം ഒരവസ്ഥ, ഒരു 5 മിനിറ്റ് പിടിച്ചേക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ വലിയ പാട്ടിൽ പറയും, പക്ഷെ ഉള്ളിൽ ചെയ്യാൻ കഴിയും. അസീമിനെ ബാക്കപ്പ് നൽകിയ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അപ്പൊ ഞാൻ നിർത്തുന്നവരെ എനിക്ക് പിടിച്ചിരുന്നാണ് പറഞ്ഞത്. ഒരു ചലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് എന്റെ മുന്നോട്ട്. അപ്പോ എല്ലാവരും കൈയടിച്ചോളി, നല്ല കൈയടിച്ചോളി. അപ്പോ എനിക്ക് പറയാനുള്ള അത്രയ്ക്ക് വലിയ കാര്യം ചെറിയ കാര്യമാണ്. ഞാൻ എന്നെ പോലുള്ള കുട്ടികളോട് എനിക്ക് പറയുന്നത്, നമ്മളൊക്കെ എന്താ പറയാ ഒരുപാട് കഴിവുകളാണ് അല്ലേ? അപ്പം ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മൾ ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. എനിക്ക് ഈ കാര്യം അത് കിട്ടിയപ്പോൾ കുറച്ച് അത് കിട്ടുന്ന വരെ എനിക്കത് കിട്ടണം എന്നൊരു എന്തായിരുന്നു ഭാഷയായിരുന്നു. അത് കിട്ടിയപ്പോഴാണ് അതിൻ്റെ പ്രയാസം എനിക്ക് മനസ്സിലായത്. അത് കിട്ടപ്പോൾ അതിൻ്റെ കിടപോക്ക് ഞാൻ താങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ കഴിവിന് കുറച്ച് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കഴിവുകളായിട്ട് കാണാം. പക്ഷെ ആ കഴിവുകളെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി വരും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു, എല്ലാവരും ഇഷ്ടമുണ്ട്. അപ്പോൾ ഓരോക്കെ പറഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഒരു കാഴ്ചകളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ നമ്മളൊക്കെ ഈ നിലയിലെത്തിയിട്ടുണ്ടാകും. അമാശാക്കാരെന്ന് പറയാം, അമാശാക്കാരെ ചിരിച്ചോണ്ടൊക്കെ ആ കാണുമ്പോഴൊക്കെ ഭയങ്കര ചിരി, എന്നെക്കാട്ടും വലിയ ചിരിയാണ്. അതേപോലെ ചെയ്യിക്കാൻ നമുക്കാരും വരില്ല ഇല്ലല്ലോ. അതാ ഓരോരുത്തരും ചെയ്തി പറയുന്ന മേഖലയ്ക്ക് ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് പോയാലും സാരമില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട അസീമിനെ പോലത്തെ
ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വളരെ മനോഹരമായ പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വസീമിന്റെ വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും എല്ലാവരും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല, നമുക്ക് തുടരാം. അപ്പം പ്രയാസമില്ലാന്ന് ഞാൻ പറയുന്നത് അത് രക്ഷയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അല്ലേ? അപ്പം അത് പ്രതിജ്ഞ എടുത്ത് കഴിയും. ഞാൻ സംസാരം നിർത്തുന്ന വരെ പിടിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പല പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കുന്നത് അവർക്ക് ഉറപ്പായി. അപ്പോൾ എന്താ പറയാ, നമ്മള് ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്. അപ്പം ആ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ ആഗ്രഹങ്ങൾ നമ്മൾ പുറത്തേക്ക് പറയും, മറ്റുള്ളവരെ പറയും. അപ്പോഴാണ് നമുക്ക് ആ ആഗ്രഹം സാധ്യമാകുക. അതിന് ഞാനും എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്. പിന്നെ ഇവരെ അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. പക്ഷേ നമ്മൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ടാകും, ഞാൻ ചെയ്യുന്നവരുണ്ടാകും. നമുക്ക് സ്റ്റാൻഡേർഡ് ഒരുപാട് പ്രവർത്തനങ്ങളെ അതിജീവിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഞാൻ എല്ലാവർക്കും ഒരേ കാര്യമൊക്കെ പറയണത്, ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഈ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആരാണറിയോ? എല്ലാവരും മൂടില്ലാതിരിക്കുമെന്ന ഉത്സാഹിച്ചിട്ട് ഒന്ന് ഉത്സാഹിച്ചിട്ട് എല്ലാവരും അറിയല്ലേ? അപ്പം പറയും അവർക്ക് ആരാണ് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചിട്ടുള്ളത്? ആരാണ് പറയാൻ ആവശ്യമാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ എന്നെപ്പോലെ നിൽക്കുന്ന ഏറ്റവും വലിയ വിജയിച്ചു പറഞ്ഞാൽ എന്നെപ്പോലെ നിൽക്കുന്ന ഒരാളല്ല, ഞങ്ങളെപ്പോലെ ഉള്ളവരല്ല ഏറ്റവും വലിയ വിജയിച്ചുള്ളത്. ഏറ്റവും വലിയ വിജയിച്ചുള്ളത് അതായോ? പേടിയുള്ളവരാണ്. ആണോ? അതെ, ഈ പേടിച്ച് നിൽക്കുന്നവരല്ലേ ഏറ്റവും വലിയ വിജയിച്ചുള്ളവർ ആണോ? അപ്പോ എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ ഒരുപാട് വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞവരുണ്ട്. അവരൊക്കെ എന്താ പറയാ, മറ്റുള്ളവരുടെ നോക്കൊക്കെ കണ്ടിട്ട് അവർക്ക് എന്താ പറയാ മാക്സിമം മാക്സിമം അവരൊക്കെ വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞത്. പക്ഷെ അങ്ങനെ നിന്നാൽ ഞാനും അങ്ങനെ നിൽക്കേണ്ട ഒരാളായി. ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വെറുതെ നോക്കുമ്പോൾ എനിക്കും എല്ലാവരും വിഷമമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് മനസ്സിലായി, ശരിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ എനിക്കൊരുപാട് കഴിവുകൾ പുറത്തെടുക്കാനുണ്ട്. അപ്പം അത് എന്നെ കൊണ്ട് വളർത്താൻ സാധിക്കുന്നു. ഞാൻ ഇപ്പോൾ അടുത്ത് ആലുവ വലിയ നീണ്ടിട്ടാക്കും. അപ്പോൾ അത് നീണ്ടിട്ടാക്കാൻ എനിക്ക് പറ്റിയത് എൻ്റെ ഈ ശരീരം ഉള്ളതുകൊണ്ടാണ്. അല്ലേ, എനിക്ക് ഈ ശരീരം തന്നുകൊണ്ടാണ് എനിക്ക് ആ പരിപാടി നീട്ടിലെത്താൻ കഴിയുന്നത്. എൻ്റെ സാറ് എന്നോട് പറഞ്ഞിട്ടറിയോ, എല്ലാവരും നീന്താൻ പഠിക്കുന്ന എല്ലാവരുടെയും ലാസ്റ്റ് സ്റ്റെപ്പാണ് നിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്കുറപ്പായില്ലേ? അപ്പോൾ ഏറ്റവും സുഖമായിട്ടാണ് എനിക്കാണ്. അപ്പോൾ നമ്മള് കുറവ് നമുക്ക് ഒരു നെഗറ്റീവ് കാര്യം പോസിറ്റീവ് എന്തായാലും പറയും. അപ്പോൾ അത് പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. പിന്നെ ഞാൻ ഈ APJ അബ്ദുൽ കലാം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സ്വപ്നം കാണുന്ന APJ അബ്ദുൽ കലാം സാർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ ആ സ്വപ്നം കാണാൻ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം ദുബായിൽ പോയിട്ട് ബുർജ് ഖലീഫയുടെ അടുത്ത് പോയിട്ട് സ്വപ്നം കണ്ടത്.
അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയി. രാവിലെ എണീച്ചിട്ട് ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉപ്പാ ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ദുബായിൽ പോകണം, ഞാൻ വീട്ടുകാരുടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം പറഞ്ഞുണ്ടായിരുന്നു, ആദ്യമേ നടക്കാത്ത കാലം ഒരിക്കലും സ്വപ്നം കാണാൻ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്വപ്നം കാണുന്നുണ്ട്. അവൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷെ എത്രക്കും വലിയ സ്വപ്നം നമ്മളത് ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരീക്ഷ അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചങ്ങനെ ആ സ്വപ്നം വെച്ചിട്ടാണ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം പിന്നെ ഞാൻ ഒരു അനുഭവത്തിൽ ഞാൻ ദുബായിൽ എനിക്ക് പോകാൻ പറ്റി. അങ്ങനെ പോയി എടുക്കുന്ന സ്വപ്നം ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ കഴിഞ്ഞാൽ 123-ാമത്തെ ഫ്ലോറിൽ എനിക്ക് നിൽക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് പിന്നെ സ്വപ്നങ്ങൾ കാണുന്നു. എന്താ പറയുക, ഒരു ഭാഷയായി. ഇപ്പം എൻ്റെ സ്വപ്നം എന്താ അറിയോ? നമുക്ക് സ്വപ്നം കാണാൻ എനിക്ക് അനുഭവമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നം ഒരു ഫ്ലൈറ്റ് പറത്തണം. നടക്കോ ഞാൻ ഒറ്റ നടക്കൂല, ഇല്ലല്ലോ. എല്ലാവരും സംഭവം അപ്പോൾ എല്ലാവരും എനിക്ക് സംഭവം എടുക്കോ. പിന്നെ ഞാൻ അപ്പോൾ എനിക്ക് മാത്രമല്ല സ്വപ്നം കാണാൻ അവകാശം, എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണാൻ അവകാശം. നിങ്ങളൊക്കെ എന്നെ സ്വപ്നം കാണോ? നല്ല സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചെറിയ ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ എല്ലാവരും പിന്നെ എൻ്റെ ഒരു എൻ്റെ മോട്ടിവേഷൻ ഗുരു, എന്നെ നീന്തൽ പഠിപ്പിച്ച ഗുരു എൻ്റെ സജിസാറാണ്. ലെവലാണ് സജിസാറ്. ആ നീന്തുമ്പോൾ പക്ഷേ സപ്പോർട്ടല്ലേ. അപ്പോൾ നീന്തുമ്പോൾ ഞാനും എൻ്റെ ഗുരു സജിസാറും ഒരു സന്ദേശം വഹിച്ചു. അല്ലെങ്കിൽ എൻ്റെ ഒരു പബ്ലിസിറ്റി ആകാനല്ല ഞാൻ നീന്തിയത്. ഞങ്ങൾ നീന്തുമ്പോൾ ഒരു സന്ദേശം വഹിച്ചാൽ നീന്തി. നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ലോകത്ത് ആരും മുങ്ങി മരിക്കരുത്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും നീന്തൽ പഠിച്ചിരിക്കണം എന്ന ഒരു സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. ഇതാൾക്ക് എന്താണ് അറിയാം? ആർക്കൊക്കെ അറിയാം? നീന്താനായിട്ടൊക്കെ അറിയാം? കഴിവൊക്കെ ഇതാണ് പരിപാടി. കുറച്ചാകാരി കഴിവൊക്കെ നീന്താൻ അറിയുന്നത് മാത്രം. അയ്യേ കുറച്ചാൾക്ക് അറിയാമല്ലോ, കുറച്ചാൾക്ക് അറിയാമല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നീന്താൻ പഠിച്ചേ ഞാൻ പഠിപ്പിച്ചല്ലോ കേട്ടോ. അപ്പോൾ നീന്താൻ അറിയാത്തവർ എൻ്റെ ഒരു സംസാരത്തിൻ്റെ അറിവിൽ അവർക്ക് പോവാം. ഇതൊന്ന് കണ്ണൂരിൻ്റെ അറിവിലേക്കാണ്, കുറച്ച് ദൂരമല്ലോ. നമുക്ക് അപ്പോൾ അവർക്ക് പോയാൽ മതി. അപ്പോൾ നീന്തൽ പഠിക്കേണ്ട ഗുണം എന്താ അറിയോ? എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അസീം വെള്ളിമണ്ണ നിർത്താനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീന്തൽ അറിയുന്നവരെന്ന് കൈവക്കാൻ വേണ്ടി അസീം പറഞ്ഞത്, അസീം അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൈവക്കി. നീന്തൽ അറിയുന്നവർ എനിക്ക് 10-22 പേരൊക്കെ ഉണ്ട്. യെസ്, ഇപ്പൊ കുറച്ചുകൂടി കൂടിയല്ലോ. എന്റെ നേരത്തെ അങ്ങനെ നോക്കി ഉഷാറില്ലേ? കണ്ണൂരാൾ പറയുന്നുണ്ട് ഉഷാറായിട്ട്. അപ്പോ നീന്താനുള്ള ഗുണം എന്തായാലും നമുക്ക് എക്സസൈസും ആയി, വിളിക്കലും ആയി, അപ്പോൾ എന്തോ ആയി. അപ്പോൾ പിന്നെ വേറെ ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും നീന്തൽ പഠിക്കണം. പഠിക്കൂലേ? പഠിക്കാം. അപ്പോൾ ഇത് ഞാൻ അവസാനമായിട്ട് പറയാൻ വിചാരിക്കുന്നത് ഒരു മോട്ടിവേഷൻ ഉണ്ട്. കുഞ്ഞാക്ക വരണോ? കുഞ്ഞാക്ക പോയി. അപ്പോൾ കുഞ്ഞാക്കൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. ഒന്ന് പറഞ്ഞാ ഉഷാറില്ല പറയേ.
ഒറ്റ പറയ്. നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല ചിന്ത. അത് നിങ്ങളല്ലേ നടക്കുമ്പോൾ ധരിച്ചത് അല്ലേ? എന്നിട്ട് നിങ്ങളെ വിചാരിക്കുന്നു നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല വേദനയൻ പോരാ, നല്ല വേദനയൻ പറയും, നല്ല വേദനയൻ, നല്ല വേദനയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ ഓർമ്മയുണ്ടോ? ഒന്ന് കേൾക്കുമ്പോൾ പറയേ, നിൽക്കൊന്നും കേൾക്കണ്ട, ഒക്കെ പറയേ. എന്തായാലും ചോദിച്ചാലും ചാടാം. ഞാനിവർക്ക് പറയാൻ പറഞ്ഞ ആലോചിച്ചാണ് ചോദിച്ചാൽ എല്ലാവരും ചോദിച്ചാൽ ഒന്നുകൂടി പറയേ. ആ ഒന്നുകൂടി ഒക്കെ പറയും. നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ ഓരോരുത്തരും ഓരോ സ്റ്റേജിലാണ് പറയുന്നത്. എല്ലാവരും ഓരോ സ്റ്റേജിൽ പറയും. ഇത് ഓരോരുത്തരും തോന്നുമ്പോൾ പറയുന്നത്. അതൊക്കെ പറയും. നല്ല ചിന്ത, ഞാൻ വേറെ നിർത്തണമെന്ന് പറയും. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ ഇത് മകഷ്ടം. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ നിനക്ക് ഓർമ്മ കണ്ടോ? അല്ലേ? അപ്പൊ പറഞ്ഞ അയാളുടെ ബെസ്റ്റ്. ഞാൻ അലോക്കിയാണ് പറയേ, ഞാൻ അലോക്കിയാണ്, ഞാൻ അലോക്കിയാണ്, ഞാനല്ല ഞങ്ങൾ. നിങ്ങൾ പറയും ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ്. You are the best. You are the best. You are the best. നിങ്ങൾ നല്ല കുട്ടിയാണ് അല്ലേ? എന്റെ കുട്ടിയാണ് നല്ല കുട്ടിയാണ് പറയേ, പറയേ. എന്റെ കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഒക്കെ പറയും. എന്റെ കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഒക്കെ പറയും. അങ്ങനല്ല, എന്റെ കുട്ടികാരൻ നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ഇന്ന നോമ്പ് പോകാൻ വി ആർ ദി ബെസ്റ്റ് അല്ലേ? വി ആർ ദി ബെസ്റ്റ്. അതെങ്ങനെ പറയും? വി ആർ ദി ബെസ്റ്റ്, വി ആർ ദി ബെസ്റ്റ്, വി ആർ ദി ബെസ്റ്റ് ഒക്കെ പറയും. ഒരു 10 വർഷങ്ങൾ തന്നെ പറയും. തന്റെ ശരീരത്തിന്റെ പരിമിതിയൊക്കെ ഈ കേരളത്തിലെ ഈ ലോകത്തിന് തനിക്ക് എല്ലാ കാര്യങ്ങളും ആകും എന്ന് ആത്മവിശ്വാസം, ദൃഢനിശ്ചയൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട യുവത്വത്തിന്റെ പ്രതീകമായ വസീം വെള്ളിമണ്ണിക്ക് നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി നൽകി. അദ്ദേഹത്തിന് വളരെ മനോഹരമായ വസീം വെള്ളിമണ്ണിക്ക് വളരെ മനോഹരമായ ഉപഹാരം നൽകാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വസീമിന്റെ ബാപ്പയെ വളരെ സ്നേഹത്തോടെ വായിക്കുന്നു. ഒപ്പം തന്നെ അവസ്ഥ ഫൗണ്ടേഷന്റെ അവസ്ഥനെ വളരെ സ്നേഹത്തോടുകൂടി വായിക്കുകയാണ്. 2 പേരെയും വായിക്കുന്നു. ഒപ്പം തന്നെ ഫൗണ്ടേഷന്റെ റാഷിദ് ഭായിയെ ക്ഷണിക്കുന്നു. പ്ലീസ്.
ഒരു നിറഞ്ഞ കയ്യടി ഒരിക്കൽ കൂടി നൽകണം നമ്മുടെ പ്രിയപ്പെട്ട വസീമിന്റെ അടുത്ത് ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും നമുക്കിനി മറ്റൊരു വേദിയിൽ വസീമിന്റെ വാക്കുകൾ കേൾക്കണം. ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവാർഡ് നൽകാം. പ്ലീസ് put your hands together. Thank you so much. വസീമിനെ ഒരുപാട് സ്നേഹം സംഘാടകർ അറിയിക്കുകയാണ്.
مفيش حاجة تيجي كده يا حبيبي كده ويرجع زي زمان يا اسمي زمان هدلاني يخدع وخد عيني كمان مفيش حاجة تيجي كده يا حبيبي كده ويرجع زي
اسمي زماني ودلاني رب عيني كمان بحد متوغيب يكنيني طيب نستهملك ويبقاني كتير حبيبي شوفك سبورتي غنزان عقدي بدي ما يكبير بهذا متوغيب يكنيني طيب نستهملك ويبقاني كتير حبيبي شوفك سبورتي غنزان عقدي بدي ما يكبير حبيبي يا بصي وبصي بص على الميزان ميزان النص نص لحظة النبات نبغت أخلي نص لجيب أنت جيب هزران حبيبي يا بصي وبصي بص على الميزان ميزان النص نص لحظة النبات نبغت أخلي نص لجيب أنت جيب هزران مفيش حاجة تيجي كده يختار